ഈ ഗ്രീൻ ചിക്കനില്ല, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് തൈര്, ഒരു കൈപ്പിടി നിറയെ മല്ലിയില, പുതിനയില, ഒരു 2-3 പച്ചമുളക്, പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, അതിൽ കുറച്ച് കുറവ് ഇഞ്ചി, പിന്നെ ഒരു കൈപ്പിടി നിറയെ വേണ്ട, ഒരു 10-15 കാഷ്യൂ അങ്ങനെയൊക്കെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലോട്ട് ചിക്കൻ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നല്ലപോലെ വെന്ത് വരണം കേട്ടോ. നമ്മൾ നോർമലി ചിക്കൻ ഫ്രൈ ആക്കുന്നില്ലേ, അതുപോലെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ ടൈമിൽ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കിയുള്ള ആ ഒരു മസാലയും അതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ലൂസാക്കണ്ട, ഒരു കട്ടി എന്താ പറയുക, ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വേണം കേട്ടോ ഇതിന്. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചെറിയൊരു പീസ് ചാർക്കോളും കൂടി കത്തിച്ച് ഒന്ന് അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അടിപൊളിയായിട്ട് പുകഞ്ഞ് കിട്ടും. അതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഉള്ളി സവോളയില്ലേ, അത് നല്ലപോലെ പൊരിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടില്ല ടേസ്റ്റുള്ള ഒരു ഹരിയാലി ചിക്കനാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ കോംബോ ആയിട്ട് ഞാൻ മിനി കുബൂസ് എന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊറോട്ടയായാലും അടിപൊളിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്